റബ്ബി സല്ലി അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആന്റെ ഫാത്തിഹ സൂറത്തിലെ തജ്വീദിയായിട്ടുള്ള വിഷയമായിട്ട് ഇവിടെ നാം നോക്കിക്കൊണ്ടുവന്ന ആയത്തായിട്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ആയത്താണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഈ ആയത്ത് കൂടെ ശ്രദ്ധിക്കാനായ വിഷയം ഇന്നലെ നിങ്ങൾ ചെന്ന ഇഹ്ദിനസ് സിറാത്ത, ആ സിറാത്തൽ ചെന്ന വിഷയം ഈ സിറാത്തല്ലദീന അൻഅംത, അവിടെയും ആ സിറാത്തൽ എല്ലാം ഉണ്ട്. കാരണം എല്ലാം തഫ്വീമിന്റെ അക്ഷരം നല്ല ശ്രദ്ധിച്ചിട്ട് ഓതനായ ഒരു പദമായിട്ട് സിറാത്തല്ലദീന. അത് കഴിഞ്ഞിട്ട് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അൻഅംത അലൈഹിം. ഇവിടെ കുറെ ആൾമാർ ഓതുമ്പോൾ അയിന് അത്ര വലിയ ശ്രദ്ധ കൊടുക്കില്ല. അൻഅംത 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 ഇങ്ങനെയല്ല ഓതരാറ്. ഇവിടെ ഓതനായ അൻഅംത ചിലങ്ങ ഓതുമ്പോൾ എങ്ങനെ ഓതരാറ്? നൻഅംതാണ്ട് ഓതരാറ്. അങ്ങനെ പദത്തിൽ ഓതുമ്പോൾ നൻഅംതാണ്ട് വേണ്ട നോക്കൂ. സിറാത്തല്ലദീന അൻഅംത, സിറാത്തല്ലദീന അൻഅംത, നൻഅംത. ഈ നൻഅംത വന്നെങ്കിൽ അൻഅംത അംസ എടുത്തിട്ട് അങ്ങനെ നൂന് കൊടുക്കണേ, അപ്പോൾ അക്ഷരമേ ചേഞ്ച് ആക്കിയാറ്. അപ്പോൾ അത് തെപ്പായിട്ടിക്കട്. അൻഅംത അലൈഹിം. അത് കഴിഞ്ഞിട്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഇവിടെ പ്രധാനമായിട്ട് ഗൈറിൽ തൊണ്ടയുടെ മേലെ ഭാഗത്തിൽ നിന്ന് വേണ്ട അക്ഷരാണ് ഗ. ഈ ഗാക്ക് പകരം കുറെ ആൾ അയിനെ ആക്കിടാറ്. ഐറിൽ മഗ്ദൂബി, ഐറിൽ മഗ്ദൂബി. തപ്പായിട്ടിക്കട ഗൈരിൽ മഗ്ദൂബി. ആ റാ അത് കസറായത് കൊണ്ട് തർക്കിക്ക് ഗൈരിൽ മഗ്ദൂബി. ഈ മഗ്ദൂബിന്റെ ചൊല്ലുമ്പം കുറെ ആള് എന്തിനെല്ലാം ഓതറാറ് ഗൈരിൽ മഗ്ദൂബിന്റെ ഓതറയ്ക്ക് പകരം ഗൈരിൽ മഅ്ദൂബി, മഅ്ലൂബ് അയിന് കൊടുത്തിട്ട് ഓതറാറ്. അല്ലെങ്കിൽ ഗൈരിൽ മഗ്സൂബി, മഹ്ദൂബി, മഹ്ദൂബി അല്ലെങ്കിൽ മഗ്ദൂബി. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഓതറാറ്. അല്ലെങ്കിൽ പിന്നെ മഗ്സൂബി, ഉറുദുകാരെല്ലാം ഓതര മഗ്സൂബി ഉണ്ട്. അല്ലെങ്കിൽ മഗ്ദൂബി ഇങ്ങനെയുള്ള ഓതറാറ്. ഇതെല്ലാം തപ്പായ റൂപ്പായിട്ട് അവിടെ ഉള്ള ഗൈറിൽ മഗ്ദൂബി, ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഈ അലൈഹിം ഓതുമ്പോ ഈ മഗ്ദൂബിയുടെ ബിയും ഐനും ഒട്ടിയെ കൊണ്ടുവന്നിട്ട് ചില ഓതറാറ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ബി അലൈഹിം. അതും തപ്പായിട്ടില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടെ വല ഫസ്റ്റ് ലാമുല്ലേ, പിന്നെ അള്ളാഹുല്ലേ, പിന്നെ വസ്സലാമുല്ലേ. അപ്പോൾ ശ്രദ്ധിക്കാനായ വലദ്ദാല്ലീൻ ആ രൂപത്തിൽ തന്നെ ഓതണം. അത് പിന്നെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം അലൈഹിം. അവിടെ കുറെ ആള് രണ്ടക്ഷരത്തെ ഒന്നാക്കിയിട്ട് ഓതറാറ്. പക്ഷെ അവിടെ ഇദ്ഹാറിന്റെ രണ്ട് വ്യക്തമായിട്ട് ഓതണം. ഇവിടെ ഓതരം എങ്ങനെ? ഗൈറിൽ മഗ്ദൂബി അലൈഹിം അലൈഹിം രണ്ട് ഒട്ടിയാക്കിയിട്ട് ഓതറാറ് ഒരക്ഷരം കൊണ്ട്. അപ്പൊ ഗൈറിൽ മഗ്ദൂബി അലൈഹിം അലൈഹിം ഇങ്ങനെ രണ്ടക്ഷരം വേറെ വേറെ ആക്കിയിട്ടാണ് ഓതനായ. പിന്നെ വലദ്ദാ ചൊല്ലുമ്പോ നാവിടെ സൈഡ് പിന്നെ മേലെ ഈ അനപ്പല്ല് ടച്ച് ആയിട്ടാണ് ചൊല്ലനായ. അപ്പൊ ആ രൂപത്തിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അത് പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ട് ഓതനായ ഒരായത്തും കൂടിയാണ്. ആമീൻ ചൊല്ലുമ്പോൾ കുറെ ആൾ ആമീൻ കുറെ നീട്ടാറ്. അതും ഇല്ല, അത്ര നീട്ടാന്നില്ല. ആമീൻ. പിന്നെ മീമ് കുറെ ആൾ ശ്രദ്ധ കൊടുക്കാറ്. ആമീൻ. അതും തപ്പായിട്ട് ആമീൻ ആ രൂപത്തിലാണ് ഓതന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒട്ടിക്ക് ഓതറും. പിന്നെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് ഓതിയതുക്ക് പഠിച്ചതുക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം
غير المغضوب عليهم ولا الضالين آمين. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫാത്തിഹ സൂറത്ത് ചൊന്ന വിഷയം എല്ലാം അള്ളാഹു ഞങ്ങളുടെ ഖബൂലിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഔലിയാക്കന്മാരുടെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെല്ലാവരും പൊരുത്തം കാവലും അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങൾ ഈ പള്ളി മൈതാനത്തിൽ വിശ്രമിക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരുടെ ഖബറിലേക്ക് അള്ളാഹു ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള ഒരു നല്ല സൽക്കർമ്മങ്ങളായിട്ട് നീ എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആരോഗ്യ പ്രശ്നങ്ങളും അള്ളാഹു എല്ലാം മാറ്റി തന്ന നല്ല ജീവിതം നമുക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم